അപ്പോൾ ബേബി ജോൺ എന്നുള്ള നേതാവ് ഉദയം ചെയ്യുന്നതും ഈ ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ വളർന്നു വന്ന് പിന്നീട് അധികാരനായി മാറിയതായിരുന്നു. അപ്പം നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ആരോപണങ്ങളിലൂടെയൊക്കെ പോയൊരു നേതാവ് കൂടിയായിരുന്നു എന്നാണ് നമുക്കറിയാം. RSPയുടെ ഏറ്റവും ഒരു പ്രതാപകാലത്ത് അദ്ദേഹത്തിനെതിരെ വലിയ സരസൻ കേസൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അത്തരത്തിലുള്ള കേസുകളൊക്കെ വന്നിട്ട് പോലും ഒരിക്കൽ പോലും അടിപതറാതിരുന്നൊരു നേതാവ് കൂടിയാണ് ഇദ്ദേഹം ബേബി ജോൺ. അദ്ദേഹം രോഗാതുരനായി ദീർഘകാലം കിടപ്പിലൊക്കെ ആയപ്പോഴാണ് ഷിബു ബേബി ജോൺ രാഷ്ട്രീയത്തിലേക്ക് സജീവമാവുന്നതും അദ്ദേഹം അവിടെ നിന്ന് മത്സരിക്കുന്നത്. നമുക്കറിയാം ഇടതുപക്ഷത്ത് ഒന്നും വലതുപക്ഷത്തും ഒക്കെ നിന്ന് മത്സരിച്ച നേതാവ് കൂടിയാണ് ഷിബു ബേബി ജോൺ. പക്ഷേ ഷിബു ബേബി ജോൺ 10 വർഷം മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അന്ന് പരാജയപ്പെട്ടത് അന്ന് അബ്കാരിയും അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആദ്യകാല CPM നേതാവ്, പിന്നീട് അദ്ദേഹം CMB ആവുന്നു, പിന്നീട് RSPB ഒക്കെ കൂടി കറങ്ങി തിരിഞ്ഞ അവസാനം പിന്നീട് CPM പാർട്ടി ചിഹ്നത്തിലൊന്നുമല്ല അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. വളരെ അപ്രതീക്ഷിതമായിട്ട് ഷിബു തോൽവി നേരിടുകയും ഈ അബ്കാരി ആയ വിജയംപിള്ള വിജയിച്ച് കയറുകയായിരുന്നു.